ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയർ മെഴുക്കുവരട്ടിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പയറാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തേക്കുന്നതാണ് ഇത്. അതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് തേങ്ങാക്കൊത്ത്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5-10 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്തും എല്ലാം നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം. മുളകും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. മുളകിൻ്റെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് വഴറ്റാം. ഇതെല്ലാം നല്ലതായിട്ട് വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പയറിൽ മുളകും ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം നല്ലതായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പയർ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റുന്നിടം വരെ നമുക്കൊന്ന് തുറന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ പയർ മെഴുക്കുവരട്ടി റെഡിയായി. അതിന് ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് എഴുതണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.